നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ കുപ്വാര മേഖലയിൽ സൈന്യവും ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും ഒരു ഭീകരനും കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാരയിലെ മച്ചൽ സെക്ടറിലെ കാംകാരിയിലെ ഫോർവേഡ് പോസ്റ്റിന് നേരെയാണ് വെടിവെപ്പ് നടന്നതെന്ന് സൈന്യം അറിയിച്ചു. ഒരു മേജർ റാങ്ക് ഓഫീസർ ഉൾപ്പെടെ 5 സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു ഭീകരനെ കൊലപ്പെടുത്തിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 3 ദിവസത്തിനിടെ കുപ്വാരയിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. കംകാരി മേഖലയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിലൂടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. കംകാരി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. വടക്കൻ കാശ്മീരി ജില്ലയിലെ തെഹ്ഗാം സെക്ടറിലെ സമീപം വെടിവെപ്പ് നടന്നതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജൂലൈ 24-ന് കുപ്വാരയിലെ ലോലാപ് മേഖലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികനും വീരമൃത്യു വരിച്ചു. 50ഓളം പാക് ഭീകരർ ജമ്മു കാശ്മീരിലെ മലയോര ജില്ലകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. ഭീകരരെ പിടികൂടാൻ ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. മേഖലയിൽ നുഴഞ്ഞുകയറിയ ഈ ഭീകരർ പരിശീലനം നേടിയവരാണെന്നും അമേരിക്കൻ നിർമ്മിത M4 കാർബൈൻ റൈഫിൾസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്നുമാണ് സൈനികരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.